വെൽക്കം ബാക്ക് ടു ഹനാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ്. ചിക്കൻ ദാൽച്ച. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റും. പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2 പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും 3 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 പച്ചമുളകും 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമായിട്ട് ഇവിടെ എടുത്തു. പിന്നെ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സാധനം വേണം, അത് പിന്നീട് കാണിക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പ് കഴുകി വെള്ളം ഊറ്റിയതിന് ശേഷം ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ 3 വിസിൽ വരെ ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 4 കറാമ്പൂ ഇട്ട് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിക്കാത്ത കുരുമുളകാണ് ഇട്ടത്, അതിട്ട് നന്നായി വഴറ്റാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച സവാളയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. സവാളേൻ്റെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, 3 പച്ചമുളക്, അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് എടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. തക്കാളി ചെറുതായി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് കഴുകി എടുത്തു വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടില്ലായിരുന്നു ഇതുവരെ, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. ചിക്കൻ നന്നായി ഇളക്കിയെടുത്ത് മസാലയിലെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനെ ഒന്നും കൂടി ഇളക്കിയെടുത്ത് വീണ്ടും വേവിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. നമ്മൾ ഈ പരിപ്പുണ്ടല്ലോ നന്നായി വെന്ത് കിട്ടണം. നന്നായി വെന്ത് അത് ഉടച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കറിയിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. പരിപ്പെല്ലാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കുറച്ച് ഗരം മസാലയും മുകളിൽ വിതറിയാൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ.
നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കറിക്ക് നല്ലൊരു മണം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.